അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാ വഅലാ ആലിഹിൽ ഫായിസീന ബിറിദ്വാ മാ ബഅദ്. പ്രിയമുള്ളവരെ, എന്തും കൊടുത്തത് മാത്രമേ പ്രതീക്ഷിക്കാവൂ, അത് മാത്രമേ കിട്ടൂ. പരിശുദ്ധമായ റമദാനിൻ്റെ ആദ്യത്തെ റഹ്മത്തിൻ്റെ പത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ റഹ്മത്തിനെ അള്ളാഹുവിനോട് നിരന്തരം നാം നിസ്കാരത്തിന് ശേഷവും അല്ലാതെയും നമ്മുടെ പ്രാർത്ഥനകളിൽ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. ശരിയല്ലേ? പക്ഷേ ഈ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു തആല ഉത്തരം നൽകുകയും നമുക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കുകയും ചെയ്യണമെങ്കിൽ നാം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെ ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. ലോകത്തുള്ളതിനോട് നാം കരുണ കാണിക്കുമ്പോൾ മാത്രമേ ആകാശത്തുള്ളവൻ നമ്മളോട് കരുണ കാണിക്കുകയുള്ളൂ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കൊടുത്തത് മാത്രമേ കിട്ടുകയുള്ളൂ. നമുക്ക് ഈ പ്രപഞ്ചം മുഴുവനും അള്ളാഹു നമുക്ക് വേണ്ടിയാണ് സംവിധാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ ലോകത്തുള്ള സർവ്വതിനോടും നമുക്കൊരു ബാധ്യതയുണ്ട്. മനുഷ്യരോട് മാത്രമല്ല കേട്ടോ, മനുഷ്യരോട് മാത്രമല്ല, സർവ്വതിനെയും അള്ളാഹു നമുക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതിൻ്റെയൊക്കെ കാരുണ്യം ഉള്ളതുകൊണ്ടാണ് സത്യത്തിൽ നമ്മളും ഈ ലോകവുമൊക്കെ നിലനിൽക്കുന്നത്. അതെപ്പോഴാണോ ഇല്ലാതാകുന്നത്, നഷ്ടപ്പെടുന്നത്, അപ്പോൾ അവിടെയെല്ലാം തകിടം മറിച്ചിലുണ്ടാകും, അബദ്ധങ്ങളുണ്ടാകും, അപകടങ്ങളുണ്ടാകും. അതുകൊണ്ട് നമ്മുടെ ബാധ്യത നമ്മൾ നിർവഹിച്ചേ മതിയാകും. നമ്മൾ ഏതെങ്കിലും മനുഷ്യർക്ക് എന്തെങ്കിലും ഒരു കാരുണ്യ പ്രവർത്തനം നടത്താൻ, ഒരു സഹായം നൽകാൻ, ഒരു പുഞ്ചിരി കൊടുക്കുവാൻ, ഒരു സമാശ്വാസ വാക്ക് കൊടുക്കാൻ, അതുമല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ, ഒരു നേരത്തെ വെള്ളം കൊടുക്കാൻ, ഒന്നുമല്ലെങ്കിൽ രോഗിയായ ഒരാളെ സന്ദർശിക്കാൻ, അവർക്ക് സമാധാന വാക്ക് കൊടുക്കാൻ, ഒരു പുഞ്ചിരി കൊണ്ടെങ്കിലും ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് സന്തോഷം പകർന്നു കൊടുക്കുവാൻ, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഈ ആദ്യത്തെ 10 സുദിനത്തിൽ നമുക്ക് എപ്പോഴെങ്കിലും സാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. ഇത് മാത്രമല്ല കേട്ടോ, നമുക്ക് നമ്മുടെ മനുഷ്യരോട് മാത്രമല്ല, മറ്റ് ജീവജാലങ്ങളോട്, നമ്മുടെ വീട്ടിൽ പൂച്ചയുണ്ട്, പൂച്ചക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ കാരുണ്യത്തോടെ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ, പറവാദികൾക്ക് വെള്ളം കുടിക്കാൻ എന്തെങ്കിലും സംവിധാനം ഒരുക്കി കൊടുക്കാൻ, എന്നും വേണ്ട പോകുന്ന വഴിയിലെ ഏതെങ്കിലും ഉപദ്രവങ്ങളെ നീക്കാനെങ്കിലും നമ്മുടെ കാരുണ്യത്തിൻ്റെ ഹൃദയത്തിന് സാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ഈ ലോകത്തുള്ള സർവ്വതിനോടും നമുക്ക് ബാധ്യതയുണ്ട്. ആ ബാധ്യതയിൽ ഏതെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ എല്ലാത്തിനോടും കാണിക്കേണ്ട ബാധ്യത നമ്മൾ നിർവഹിക്കാൻ ശ്രദ്ധിക്കണം. എന്തെങ്കിലുമൊക്കെ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് അള്ളാഹുവിൻ്റെ കാരുണ്യം പ്രതീക്ഷിക്കണം. നാഥനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.